ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായ ശ്രീ പ്രേംകുമാറിൻ്റെ ദൈവത്തിൻ്റെ അവകാശികൾ എന്ന ലേഖന സമാഹാരത്തിലെ രണ്ടാമത്തെ ലേഖനമായ പ്രണയപൂർവ്വം ഒരു പൂർവ്വ വിദ്യാർത്ഥി നോക്കിയാലോ. ഞാൻ വായിക്കാം. കലാലയ വിദ്യാഭ്യാസത്തിന് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശമാനവും പ്രത്യാശാനിർഭരവുമായ കാലം ആ കലാലയ നാളുകൾ തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും സുരഭിലവുമായ കാലമായിരുന്നു തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പ്രീ ഡിഗ്രി ദിനങ്ങളും ചെമ്പഴന്തി SN കോളേജിലെ മനഃശാസ്ത്ര ബിരുദ നാളുകളും കാലിക്കറ്റ് സർവകലാശാലയുടെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ BTA ബിരുദ ദിവസങ്ങളും ചേർന്ന അവിസ്മരണീയമായ ആ ക്യാമ്പസ് കാലഘട്ടം. ആ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ പ്രശാന്തവും പ്രകൃതിരമണീയവുമായ വിശാലമായ ക്യാമ്പസിൽ നിന്നുമാണ്. ഒരു സർക്കാർ സ്കൂളിൻ്റെ എല്ലാ പരിമിതികളും പ്രാരാബ്ധങ്ങളും ഉൾക്കൊണ്ട കഴക്കൂട്ടം ഗവൺമെൻറ് സ്കൂളിലും പിന്നീട് ഒരല്പം കൂടി വിസ്തൃതവും വികസിതവുമായ കണിയാപുരം മുസ്ലിം ഹൈസ്കൂളിലും നിക്കറുമിട്ട് കളിച്ചു നടത്തുന്ന ഒരു സ്കൂൾ കുട്ടി. ഒരു മധ്യവേനൽ അവധിയുടെ അറുതിയിൽ ഒരു നാൾ 100% വിജയങ്ങളുടെ അത്ഭുത മാജിക്കും മോഡറേഷനും ഇല്ലാതെ ഒരു വിഷയത്തിന് 1 മാർക്ക് കുറഞ്ഞു പോയാൽ തോറ്റുപോകുമെന്ന ഭീഷണിയും അതിജീവിച്ച് 10ാം ക്ലാസ് എന്ന അക്കാലത്തെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് കടന്ന് നേരെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെത്തി. നിക്കറിൽ നിന്നും മുണ്ടിലേക്കും പിന്നെ പാൻറ്റിലേക്കും പൗഡറിലേക്കുമൊക്കെ പ്രൊമോഷൻ. കഴക്കൂട്ടം മുതൽ കോളേജ് വരെ യാത്ര, സ്വന്തം സൈക്കിൾ എന്ന സ്വയം പര്യാപ്തതയിലേക്കുള്ള പരിണാമം. പഠിക്കാനുള്ള പുസ്തകങ്ങൾക്കും വിഷയങ്ങൾക്കും രൂപഭാവം മാറ്റം തുടങ്ങി. കേവലം ഭൗതികമായ ഒട്ടനവധി കാര്യങ്ങൾ മാത്രമല്ല തൻ്റെ കുട്ടിത്തത്തിന്മേൽ സംഭവിച്ചത്. കൗമാര മനസ്സിൻ്റെ ബഹുവർണ്ണ കിനാവുകളും മാനത്തോളം ഉയരുന്ന പ്രതീക്ഷകളും അതുവരെ ഇല്ലായിരുന്ന അസാധാരണമായ ചില സങ്കല്പങ്ങളും വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന ചില ധാരണകളുമൊക്കെയായി ഒരു സ്വപ്നലോകത്തിൻ്റെ മാസ്മരിക പ്രപഞ്ചത്തിലേക്ക് പൊടുന്നനെ ഒരു ദിനം ഒരു കോളേജ് കുമാരനായി അവരോധിക്കപ്പെട്ട തികച്ചും അതിഭൗതികമായ രൂപാന്തരം കൂടി ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. കോളേജുകളുടെ ശക്തിയും ചൈതന്യവുമായിരുന്ന പ്രീ ഡിഗ്രി കോളേജുകളിൽ ഉണ്ടായിരുന്ന കാലം. എന്തിനാണ് കോളേജുകളിൽ തകരാറൊന്നുമില്ലാതെ നന്നായി നടന്നുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി കോഴ്സ് വേരോടെ പറിച്ചെടുത്ത് +2 ആക്കി സ്കൂളുകളിൽ നട്ടത്? അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസ വിപ്ലവമാണ് അത് നടപ്പാക്കിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ലക്ഷ്യമിട്ടത്? ഇന്നും എനിക്കത് മനസ്സിലാവുന്നില്ല. അന്ന് ബലമായി പറിച്ചെടുത്തതിൻ്റെ ചോര കിനിയുന്ന മുറിവ് കലാലയങ്ങളിൽ ഇനിയും ഉണങ്ങിയിട്ടുണ്ടാവുമോ അറിയില്ല. ആ പ്രീ ഡിഗ്രി കാലത്തിൻ്റെ ഭാഗ്യം നുകർന്നുകൊണ്ട് ആ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ അഭിരമിച്ചും ആ ഊർജവും സൗന്ദര്യവും ആവോളം ആവാഹിച്ചും ആസ്വദിച്ചും അങ്ങനെ അത്യപൂർവവും അസാധാരണവുമായ ഒരു കലാലയ കാലം അതായിരുന്നു തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ എനിക്കും എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും ലഭ്യമായത്. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിലൊന്നായിരുന്ന സെൻറ്റ് സേവിയേഴ്സിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. പ്രശസ്തരും പ്രഗത്ഭരുമായ പല മഹത് വ്യക്തികളുടെയും മക്കൾ ഈ കോളേജിൻ്റെ അഭിമാനങ്ങളായി ഉണ്ടായിരുന്നു. പല മേഖലകളിൽ ഒട്ടനവധി മഹാപ്രതിഭകളെ സംഭാവന ചെയ്ത കോളേജ്. പ്രവേശനത്തിന് കർശനമായ മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ, പഠന നിലവാരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുകയെന്നത് അന്ന് അസാധ്യമായിരുന്നു. പഠനത്തിൽ വെറും ശരാശരിക്കാരൻ മാത്രമായിരുന്ന എനിക്ക് അവിടെ പ്രവേശനം ലഭിച്ചതും ഏറ്റവും മിടുക്കന്മാർക്ക് മാത്രമുള്ള സെക്കൻഡ് ഗ്രൂപ്പ് ലഭിച്ചതുമൊക്കെ എങ്ങനെയെന്ന് ഇന്നും എനിക്ക് അത്ഭുതമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നപോലെ അവിടെയും ദൈവം ഇടപെട്ടു, അതാണ് സത്യം. സെക്കൻഡ് ഗ്രൂപ്പ് ഒരിക്കലും എൻ്റെ ആഗ്രഹമായിരുന്നില്ല. ഫിസിക്സിൻ്റെയും ബോട്ടണിയുടെയും സുവോളജിയുടെയും ഒന്നും കെമിസ്ട്രി എനിക്ക് വഴങ്ങുന്നതല്ലെന്ന് അറിയാമായിരുന്ന എൻ്റെ മേൽ എൻ്റെ അഭിരുചികളൊന്നും അറിയാതെ താല്പര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ എൻ്റെ രക്ഷകർത്താക്കൾ എന്നെ ഡോക്ടറാക്കാം എന്ന അതിമോഹത്തിൽ എന്നിൽ അടിച്ചേൽപ്പിച്ചതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തളർന്നുപോയ ഞാൻ പഠനത്തിൽ പരമാവധി പിന്നിലായി പോവുകയും ചെയ്തു. പ്രാക്ടിക്കലുകൾ സഹായിച്ചെങ്കിലും പ്രീ ഡിഗ്രി പാസ്സാകാൻ കഴിഞ്ഞത് ദൈവം പിന്നെയും ഇടപെട്ടതുകൊണ്ട് തന്നെയാണ്. ആത്മീയ തേജസ് സ്ഫുരിക്കുന്ന അഭിവന്ദ്യ പുരോഹിതന്മാരായിരുന്നു വട്ടക്കുന്നേൽ അച്ഛൻ, മാണിയച്ഛൻ, നമ്പ്യാപറമ്പിലച്ഛൻ, VC ജോർജ് അച്ഛൻ എന്നിവരൊക്കെ മുഖ്യ സാരഥികളും അധികാരികളുമായി ഇരുന്ന അന്നത്തെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടായിരുന്ന ജോർജ് ഐക്കര എന്ന ഉഗ്രപ്രതാപിയായ ഐക്കര അച്ഛൻ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് തുടങ്ങിവെച്ചതും പ്രായോഗികമായി നടപ്പിലാക്കിയിരുന്നതുമായ പരിഷ്കാരങ്ങളും അച്ചടക്കവും കൃത്യനിഷ്ഠയുമെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോഴും കോളേജിൽ കൃത്യമായി തുടർന്നിരുന്നു.
അതിനെല്ലാം ശക്തമായ പിന്തുണയുമായി അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ അതികായനായ ഐക്യരാജ്യൻ്റെ അപദാനങ്ങളും വ്യക്തിപ്രഭാവവും ക്യാമ്പസിൽ നിറഞ്ഞു നിന്നിരുന്നു. വാക്കിൻ്റെ കരുത്ത് നന്നായി അറിയുന്ന പിൽക്കാലത്ത് അഗസ്ത്യ ഹൃദയവും നാറാണത്ത് ഭ്രാന്തനും തുടങ്ങി ഒട്ടനവധി ഈടുറ്റ കാവ്യങ്ങൾ കൈരളിക്ക് സംഭാവന നൽകിയ, മലയാള കവിതയുടെ ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം അണിയിച്ച, ആർദ്രമായി എഴുതിയും മധുരമായി ചൊല്ലിയും കവിതയെ ഹൃദ്യമായ അനുഭവമാക്കി മാറ്റി കവിതയെ പ്രണയിക്കാൻ മലയാളിയെ പ്രേരിപ്പിച്ച പ്രിയ കവി പ്രൊഫസർ വി മധുസൂദൻ നായർ സാർ ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രത്തിൻ്റെ മുഴക്കവും ഗാംഭീര്യവും തുടിക്കുന്ന മലയാളം ക്ലാസ്സുകൾക്കായി കൊതിയോടെ കാത്തിരുന്നത് രണ്ടാം ഭാഷയായി മലയാളം സ്വീകരിച്ച ഞങ്ങൾ മാത്രമായിരുന്നില്ല. ഹിന്ദിയും ഫ്രഞ്ചും ലാറ്റിനും എല്ലാ ഭാഷക്കാരുമായിരുന്നു. പട്ടണത്തിൽ നിന്നും കോളേജ് ബസ്സിൽ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ആഷ് പുഷ് അടിപൊളി എന്ന വാക്ക് അന്ന് ആവിർഭവിച്ചിട്ടില്ല. കുട്ടികൾ ICSE CBSE സിലബസുകളുടെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ബലത്തിൽ ഇംഗ്ലീഷ് മാത്രം സ്പീക്ക് ചെയ്ത് ഇംഗ്ലീഷിൽ ജോക്സ് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കടന്നു പോകുമ്പോൾ അതൊന്നും ഒട്ടും മനസ്സിലാവാതെ അവരോട് ഒട്ടും കൂട്ടുകൂടാനാകാതെ വിഡ്ഢികളെപ്പോലെ ഞങ്ങൾ മലയാളം മീഡിയംകാർ ആ ബ്രിട്ടീഷുകാരോട് മനസ്സിൽ ഒരു അപ്രഖ്യാതിത യുദ്ധവുമായി എന്നാൽ അല്പമല്ലാത്ത ആരാധനയുമായി അമ്പരപ്പോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അഭിമാനത്തോടെയും അല്പം അഹങ്കാരത്തോടെയും ഉള്ളിൽ കരുതി വെച്ചിരുന്നത് മധുസൂദൻ നായർ സാറിൻ്റെ മറ്റൊന്നിനോടും മാറ്റിരിക്കാനാവാത്ത മലയാളം ക്ലാസ്സുകളായിരുന്നു. ആ ക്ലാസ്സുകൾക്കായി ആർത്തിയോടെ കാത്തിരിക്കുമായിരുന്നവരിൽ ഒരാളായ എന്നെ ഒരു നാൾ മലയാളത്തിന് കൂടുതൽ മാർക്ക് വാങ്ങിയതിന് അരികിൽ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ മധുസൂദൻ സാർ പറഞ്ഞ അഭിനന്ദനം എനിക്ക് നൽകിയ അഭിമാനം, ആത്മവിശ്വാസം അതെത്ര വലുതായിരുന്നു. മലയാളം എന്ന എൻ്റെ മാതൃഭാഷയെ ഞാൻ ഹൃദയത്തിലേറ്റി ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മധുസൂദൻ നായർ എന്ന ആ മഹാഗുരുനാഥനോട് തോന്നിയ അദമ്യമായ ആദരവിൽ നിന്നുകൂടിയായിരുന്നല്ലോ. എങ്കിലും അന്ന് ഞങ്ങൾ സെൻറ്റ് സേവിയേഴ്സിലെ മലയാളികൾ അനുഭവിച്ച ടെൻഷനും അപകർഷതാബോധവും അസ്വസ്ഥമാക്കിയ മനസ്സിൽ CBSE ICSE ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം തുടങ്ങി വിവിധ സമ്പ്രദായങ്ങളുള്ള വിദ്യാഭ്യാസ രീതികൾ പലതരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരമുള്ള പലതരം പൗരന്മാരെ സൃഷ്ടിക്കുന്നതാണെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഉന്നത നിലവാരമുള്ള മൂല്യവത്തായ പ്രായോഗികവും പ്രയോജനകരവുമായ ഒരേതരം വിദ്യാഭ്യാസം ലഭിക്കത്തക്ക രീതിയിൽ വ്യത്യസ്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഏകീകരണം ആവശ്യമാണെന്നുമുള്ള ചിന്ത മുളച്ചു വന്നിരുന്നു. അങ്ങനെ ഒരു വിദ്യാഭ്യാസം തികച്ചും സൗജന്യമായി സർക്കാർ എല്ലാവർക്കും ഉറപ്പാക്കേണ്ടതാണെന്നും അത് ഓരോ പൗരൻ്റെയും മൗലികമായ അവകാശമാണെന്നുമുള്ള ധാർമ്മിക രോഷത്തോടു കൂടിയ അല്പം വിപ്ലവാത്മകമായ ചിന്ത എന്നിൽ എപ്പോഴും നിറഞ്ഞിരുന്നു. ദിവ്യമായ ചെറു മന്ദഹാസത്തോടെ ഊർജ്ജതന്ത്രത്തിൽ തന്ത്രങ്ങൾ പഠിപ്പിച്ചിരുന്ന ഫാദർ മാത്യു നമ്പ്യാപറമ്പിൽ, ഒട്ടും രസകരമല്ലാത്ത രസതന്ത്രത്തിൻ്റെ വിരസത അകറ്റി സരസമായി പകർന്നു തന്നിരുന്ന ഫാദർ മാണി മണിമല, മലയാളം പണ്ഡിതനും വ്യാകരണത്തിൽ അഗ്രഗണ്യനുമായിരുന്ന ഫാദർ വട്ടക്കുന്നേൽ തുടങ്ങിയവരൊക്കെ ഞങ്ങളുടെ അഭിവന്ദ്യരായ ഗുരുനാഥന്മാരായിരുന്നു. ഏറ്റവും ശാന്തനും സൗമ്യനുമായി മാത്രം കണ്ടിട്ടുള്ള വട്ടക്കുന്നേൽ അച്ഛൻ ഒരു നാൾ അനാവശ്യ സമരവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി തൻ്റെ ക്ലാസ് ഉപരോധിച്ചപ്പോൾ അതൊന്നും വകവയ്ക്കാതെയും അവരുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാതെയും അക്ഷോഭ്യനായി ക്ലാസ് തുടരുകയും ഒടുവിൽ സാവധാനം നടന്ന് പുറകിലത്തെ ജനാലയ്ക്കരികിലെത്തി പെട്ടെന്ന് ലോഹം അടക്കിക്കുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു അഭ്യാസിയെപ്പോലെ ജനാല ചാടിക്കിടന്ന് സമരക്കാരുടെ സമീപത്തേക്ക് ഒരു ഈറ്റപ്പുലിയെപ്പോലെ ആക്രോശിച്ച് ഓടിച്ചെന്നും സമരക്കാർ ഒന്നടങ്കം ഞൊടിയിടയിൽ അപ്രത്യക്ഷിതമായതുമായ ദൃശ്യം ഇന്നലെ എന്ന പോലെ കൺമുന്നിൽ. നിഷ്കളങ്കമായ ചെറുചിരിയോടെ ഒരു കുഞ്ഞുപൂ വിരിയുന്ന പോലെ മൃദുവായി പതിഞ്ഞ ശബ്ദത്തിൽ ഏറ്റവും സൗമ്യമായ ചെടികളുടെ സ്റ്റെമ്മും റൂട്ടും ഫോട്ടോസിന്തസിസും സസ്യശാസ്ത്രം മുഴുവനും വിവരിച്ചു തന്നിരുന്ന ബോട്ടണി അധ്യാപകൻ ഫാദർ അഗസ്റ്റിൻ, ജീവനുള്ള ഫ്രോഗും കോക്രോച്ചുമൊക്കെ വാത്സല്യത്തോടെ ഡിസെക്ഷൻ ടേബിളിൽ കിടത്തി. അനസ്തേഷ്യ നൽകിയിട്ടാണോന്നറിയില്ല, സ്നേഹത്തോടെ കത്തികൊണ്ട് കീറി ഒട്ടും വേദനിപ്പിക്കാതെ എന്നോണം അവയുടെ ആന്തരികാവയവങ്ങൾ കാട്ടിത്തരുന്ന സുവോളജിയിലെ എഡ്വിൻ ലസ്ലി സാർ, ജീവികളുടെ ശരീരശാസ്ത്രം പഠിക്കാനായി തവളയെയും പാറ്റയും ഒക്കെ കീറിമുറിച്ച് അവയുടെ അകത്തളം കണ്ടതുകൊണ്ട് പരീക്ഷ പാസ്സായി എന്നല്ലാതെ ഡോക്ടറാവാത്തതിനാലാവാം എൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായതായി കരുതുന്നില്ല. ലോകമെമ്പാടും സുവോളജി ലാബുകളിൽ ജീവത്യാഗം ചെയ്യപ്പെട്ട പാവം പാറ്റകൾക്കും തവളകൾക്കും സർവ്വജീവികൾക്കും എല്ലാ സെക്കൻഡ് ഗ്രൂപ്പുകാരുടെയും പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കെമിസ്ട്രി ലാബിലെ പിപ്പറ്റും ബ്യൂററ്റും ഉപയോഗിച്ച് നിറമുള്ള രാസലായനികൾ തുള്ളിയായി ചേർത്ത് ഇളക്കി ഒരു നിശ്ചിത തുള്ളിയിൽ എത്തുമ്പോൾ ലായനിയുടെ നിറം അപ്രത്യക്ഷമായി മറ്റൊരു നിറം കൈവരിക്കുന്ന കൗതുക കാഴ്ച കാട്ടിത്തന്ന് ടൈട്രേഷൻ പോലുള്ള പ്രക്രിയകളുടെ രാസപ്രവർത്തന വിസ്മയങ്ങൾ ലാബിൽ വിരിയിക്കുന്ന ജോൺ കുര്യൻ സാറും സാന്ത്യാഗോ സാറും നവവധുവിൻ്റെ നാണത്തോടെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് ഏറ്റവും ഊർജ്ജത്തോടെ
ഊർജ്ജനടം പഠിപ്പിച്ചിരുന്ന എൽസി ടീച്ചറും പുഷ്പ ടീച്ചറും ക്ലാസ്സിലെത്തിയാലുടൻ ഇംഗ്ലീഷ് പാഠപുസ്തകം തുറന്ന് അതിൽ കണ്ണ് നട്ട് ക്ലാസ് കഴിയുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ക്ലാസ് റൂമിൽ നടക്കുന്ന മുഴുവൻ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ട് A.J. ക്രോണിനും ഹെൻറിയും ഒക്കെ നന്നായി പഠിപ്പിച്ചിരുന്ന, വികൃതി കാട്ടുന്നവരെ മുഴുവൻ നമ്പർ വിളിച്ച് സ്റ്റാൻഡപ്പ് പറയുന്ന, മുണ്ടും ഷർട്ടും അണിഞ്ഞ് മാത്രം കണ്ടിട്ടുള്ള അജാനു ബാഹുവായ ചാക്കോ സാർ ക്ലാസ് കഴിയുന്ന ഉടനെ ഒരു ഭാവവ്യത്യാസവും കൂടാതെ കുട്ടികളോട് ഒന്നും മിണ്ടാതെ പുസ്തകത്തിൽ നിന്ന് കണ്ണു മടക്കി പുസ്തകവും മടക്കി ടീച്ചേഴ്സ് റൂമിലേക്ക് ചാക്കോ സാർ തിരിച്ചു പോകുമ്പോഴും നമ്പർ 48 എന്ന ഞാനുൾപ്പെടെ കുറേ പേർ സ്റ്റാൻഡപ്പായി തന്നെ തുടരുന്നുണ്ടാവും, ഇളിഫ്യരായി. പ്രത്യേക ശൈലിയിലും താളത്തിലും കാവ്യാത്മകമായി മലയാളം പഠിപ്പിച്ചിരുന്ന ഇന്ദിരാദേവി ടീച്ചർ, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഗ്രാമർ നന്നായി മനസ്സിലുറപ്പിച്ചു തന്ന പിൽക്കാലത്ത് സിനിമാ നിർമ്മാതാവായി മാറിയ ലൂക്കോ സാർ, ഇംഗ്ലീഷ് ഭാഷയോട് അനുരാഗം തോന്നിപ്പിക്കുമാറ് പദങ്ങൾ ഉച്ചരിച്ച് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും മനുഷ്യപക്ഷ വീക്ഷണങ്ങളുമൊക്കെ പാഠങ്ങൾക്കൊപ്പം പകർന്നു തന്നിരുന്ന ഇംഗ്ലീഷ് പ്രൊഫസർ രാമചന്ദ്രൻ നായർ സാർ, കോളേജിന് ഒരു അലങ്കാരമായിരുന്ന പ്രൗഢമായ ചന്തമുള്ള സോഫിയ ടീച്ചർ, യൂത്ത് ഫെസ്റ്റിവൽ, ആർട്സ് ഫെസ്റ്റിവൽ, ഡ്രാമ ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ ഫെസ്റ്റിവലുകളുടെ മുഴുവൻ സംഘാടന ചുമതല സ്വയം ഏറ്റെടുത്തിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രചോദനവും പ്രോത്സാഹനവും ഏവർക്കും പ്രിയങ്കരനുമായിരുന്ന കലാസ്വാദകനും മികച്ച സംഘാടകനുമൊക്കെയായിരുന്ന പ്രൊഫസർ നേഷൻ ടി മാത്യു സാർ, മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത എത്രയോ അധ്യാപകരുണ്ട് ഇനിയും പേരുകൾ എഴുതാൻ. അറിവിൻ്റെ പ്രകാശം പകർന്ന അധ്യാപകരുടെ കൂടെ അതിന് കൂട്ടായി നിന്ന അനധ്യാപകരുമുണ്ട് മനസ്സിൽ നിന്ന് മായാത്തവരായി. വായന വളർത്താനായി പരമാവധി പ്രോത്സാഹിപ്പിച്ച ലൈബ്രറിയൻ കെ രാമചന്ദ്രൻ സാർ, കുട്ടികൾക്ക് കൂട്ടുകാരെ പോലെയായിരുന്ന ഓഫീസ് സ്റ്റാഫുമാരായ ചേട്ടന്മാർ സത്യൻ, മാനുവൽ, രാമദാസ്, രവി, ഫ്രാൻസിസ്, സൈക്കിൾ സംരക്ഷണ ചുമതലക്കാരനായ മധു, ഇനിയുമുണ്ട് ഒരുപാട് പേരെഴുതാനാവാത്ത ഹൃദയത്തിൽ. നാടകത്തോടും അഭിനയത്തോടും ഭ്രമ അന്നേ ഉണ്ടായിരുന്നതിനാൽ ശ്രദ്ധയും താല്പര്യവും കൂടുതൽ അതിനോടായിരുന്നു. അതിനാൽ നന്നായി പഠിക്കാൻ മുതിരാതിരുന്നാലും പഠിച്ചത് പലതും മനസ്സിലാകാത്തതുകൊണ്ടും മനസ്സിലാക്കിയതൊന്നും മനസ്സിൽ നിൽക്കാതിരുന്നാലും പഠന വിഷയങ്ങളിൽ അവഗാഹമായ അറിവില്ലാതിരുന്നാലും പരീക്ഷകളായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ. ഇന്നും പലപ്പോഴും പരീക്ഷകളെ ചുറ്റിപ്പറ്റിയുള്ള ചില പേടി സ്വപ്നങ്ങൾ കണ്ട് ഉറക്കത്തിൽ ഞാൻ ഞെട്ടിയുണരാറുണ്ട്. അത്രയ്ക്കുണ്ടായിരുന്നു അന്നെൻ്റെ പരീക്ഷാ പേടി. ഇനി പരീക്ഷകൾ എഴുതണ്ടല്ലോ എന്നതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. എന്തിനാണിങ്ങനെ ഇത്രയേറെ പരീക്ഷകൾ? മാർക്കിലും റാങ്കിലുമൊക്കെയാണോ മഹാകാര്യം? പരീക്ഷാർത്ഥിയുടെ അഭിരുചിയും ബുദ്ധിയും കഴിവുകളുമൊന്നും പരീക്ഷിക്കാനുതകാത്ത പരീക്ഷാ സമ്പ്രദായങ്ങൾ എന്തിനാണ്? പരീക്ഷ എഴുതുന്ന ആളുടെ ഉത്തരങ്ങളുടെ സൂക്ഷ്മതയും വിഷയത്തിൽ ആഴമേറിയ അറിവും സ്വന്തം വീക്ഷണങ്ങളുമൊക്കെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കാത്ത, ഒട്ടും ഭയപ്പെടുത്താത്ത കൂടുതൽ ശാസ്ത്രീയവും മനഃശാസ്ത്രപരമായ പരീക്ഷാ സമ്പ്രദായങ്ങളല്ലേ ഉണ്ടാവേണ്ടത് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വിദ്യാഭ്യാസം എന്നത് വ്യക്തിത്വ വികാസം, സ്വഭാവ രൂപീകരണം, ബുദ്ധിവികാസം, വിശാലമായ ജീവിത വീക്ഷണം തുടങ്ങിയ ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉള്ളതാണെന്നും അത് സത്യം അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ പ്രാപ്തരാക്കുന്നതാണെന്നും പരീക്ഷകൾ അല്ല പരമപ്രധാനം എന്നുള്ള ചിന്തകൾ മനസ്സിൽ വരാറുണ്ട്. നന്മയും കരുണയും സ്നേഹവും സഹജീവികളുടെ സഹാനുഭൂതിയും മനുഷ്യത്വമില്ലാത്ത യന്ത്രസമാനരായ കുറേ മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മാറുക തന്നെ വേണം. വിദ്യാഭ്യാസം അത്രയൊന്നും കച്ചവൽക്കരിക്കപ്പെടാത്ത കാലമായിരുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതികളും അപജയങ്ങളും അപാകതകളും അനവധി സങ്കീർണങ്ങളായ പ്രശ്നങ്ങളും അന്ന് കുറവായിരുന്നു. പാഠപുസ്തക വിതരണവും പരീക്ഷാ നടത്തിപ്പുമൊക്കെ പരാതികൾ അധികമില്ലാതെ നടന്നിരുന്നു. വിജ്ഞാന കേന്ദ്രങ്ങളായി ഉയർന്നു നിൽക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളായി അധപ്പതിക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരത്തെക്കുറിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചുമൊന്നും അധികം ആശങ്കകളും ഉണ്ടായിരുന്നില്ല. അധ്യാപനം അധ്വാനവും വിദ്യാഭ്യാസം വെറും അഭ്യാസവുമായി മാറാതിരുന്നതിനാൽ അധ്യാപനത്തെ ഒരു നിയോഗം പോലെ കണ്ട് ശ്രേഷ്ഠകർമ്മമായി കരുതിയിരുന്ന അധ്യാപകരെയായിരുന്നു എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പഠനത്തിൽ പിന്നാക്കമായ എന്നെപ്പോലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ ഒഴിച്ചു നിർത്തിയാൽ ഭൂരിപക്ഷവും യഥാർത്ഥ അറിവിന് വേണ്ടി ദാഹിക്കുന്ന യഥാർത്ഥ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. കരിയർ ബിൽഡേഴ്സ്, തൊഴിൽ നേടുക എന്നത് ലക്ഷ്യം തന്നെയായിരുന്നെങ്കിലും അറിവ് നേടുക എന്നത് തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് അന്ന് ക്യാമ്പസുകളിലെല്ലാം ഉദ്യോഗാർത്ഥികളെക്കാൾ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു കൂടുതലും. അവരിൽ പലരുടെയും അറിവിൻ്റെ അപാരതയ്ക്ക് മുന്നിൽ അത്ഭുതസ്തബ്ധരായി എത്രയോ തവണ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അറിവിൻ്റെ മഹാകലവറകളായ പ്രഗത്ഭമതികളായി അധ്യാപക ശ്രേഷ്ഠരുടെ അറിവ് നിറഞ്ഞ പ്രതിഭാധനരായ ശിഷ്യഗണങ്ങൾ, അറിവിൻ്റെ അഗാധതകളിലൂടെ അസാധാരണമായ കഴിവുകളിലൂടെ ഏവരെയും വിസ്മയിപ്പിച്ച ആ സമർത്ഥരായ വിദ്യാർത്ഥികൾ ഏറെപ്പേരെയും പിൽക്കാലത്ത് പല മണ്ഡലങ്ങൾ, ഔദ്യോഗിക പദവികൾ, വിവിധ രംഗങ്ങൾ, ഉന്നത തലങ്ങളിൽ പ്രാഗൽഭ്യത്തോടുകൂടി ശോഭിക്കുന്നത് ഏറെ അഭിമാനത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കാണാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക എൻട്രൻസ് വിദഗ്ധരുടെ കോച്ചിങ്ങുകളൊന്നുമില്ലാതെ
ബുദ്ധി വളരാനും ഓർമ്മശക്തി കൂടാനുമുള്ള ടോണിക്കുകളൊന്നും കഴിക്കാതെ, കുറുക്കു വഴികളൊന്നും കൂടാതെ, പട്ടിണി കിടന്നും കഠിനാധ്വാനം ചെയ്തും പഠനത്തിനുള്ള ചെറിയ ചില ജോലികൾ ചെയ്തും കഷ്ടപ്പെട്ട് പഠിച്ച യഥാർത്ഥ അറിവിൻ്റെ യോഗ്യത നേടി ആ ഔന്നത്യങ്ങളിൽ എത്തിയവരാണ് അവരിലേറെയും. അവർക്ക് മുന്നിൽ ഞാൻ ആദരപൂർവ്വം ശിരസ് നമിക്കുന്നു. കലാരംഗത്തും കായികരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ അന്ന് എന്നെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭകളെ, യുവജനോത്സവ വേദികളിലും പ്രതിഭാസംഗമ വേദികളിലുമൊക്കെ മിന്നിത്തിളങ്ങിയ പൊൻ താരങ്ങളെ, കലാതിലകങ്ങളായും പ്രതിഭകളുമായും ഒക്കെ കിരീടം ചൂടിയവരെ, ഭാവിയിൽ ആ രംഗങ്ങളിൽ ഔന്നത്യങ്ങളിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നവരെ, വളരെ അപൂർവമായി മാത്രമാണ് അവർ കഴിവ് തെളിയിച്ച ആ മേഖലകളിൽ ക്യാമ്പസ് നാളുകൾക്ക് ശേഷവും തുടരുന്നത് കണ്ടിട്ടുള്ളത്. താൽക്കാലികമായ പ്രശസ്തിക്കപ്പുറം കലയോടും കായികരംഗത്തോടുമൊക്കെ പ്രതിബദ്ധതയും അർപ്പണബോധവും ആ രംഗത്ത് തന്നെ തുടരണമെന്ന അദമ്യമായ ആഗ്രഹവും ലക്ഷ്യവും ദൃഢനിശ്ചയവുമുള്ളവർ വളരെ ചുരുക്കം മാത്രം. അന്നത്തെ ആ സുവർണ താരങ്ങളിൽ ചിലരൊക്കെ കാലങ്ങൾക്ക് ശേഷം നരച്ച ചുവരുകളുള്ള സർക്കാർ ഓഫീസുകളിലെ ജീർണിച്ച കസേരകളിൽ പ്രായത്തിലുമധികം പ്രായം തോന്നിപ്പിക്കുന്ന നിരാശ ബാധിച്ച മുഖങ്ങളുമായി ചുവപ്പ് നാടകളുടെ കുരുക്കഴിക്കാൻ ഫയലുകളോട് തൃപ്തിയില്ലാതെ മല്ലിടുന്നവരായി കാണേണ്ടി വന്നിട്ടുണ്ട്. ജീവിതം എന്ന യാഥാർത്ഥ്യം വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ ഉയർന്നപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഇഷ്ടരംഗം ഉപേക്ഷിക്കേണ്ടി വന്നതുമാകാം. ലോകമെമ്പാടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കിയ അർത്ഥപൂർണമായ പല ചലനങ്ങളുടെയും തുടക്കം ക്യാമ്പസുകളിൽ നിന്നായിരുന്നു. യുവത്വത്തിൻ്റെ നല്ല പ്രസരിപ്പുണ്ടായിരുന്ന കാലമായിരുന്നു ആ ഞങ്ങളുടെ കോളേജ് കാലം. വിദ്യാർത്ഥികളുടെ കാതലായ പ്രശ്നങ്ങൾ കാണുകയും അതിൽ ഇടപെടുകയും തീവ്രമായി പ്രതികരിക്കുകയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ധീരമായി പോരാടുകയും ചെയ്തിരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ സാന്നിധ്യം ക്യാമ്പസുകളെ ആർജവമുള്ളതാക്കിയിരുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ വിഷലഹരി വിദ്യാർത്ഥികൾ കാര്യമായി വ്യാപിച്ചിരുന്നില്ല. അത്തരം അനഭിലഷണീയമായ പ്രവണതകളെ ഫലപ്രദമായി തടയാനും ക്യാമ്പസുകളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാതിരിക്കാനും വിദ്യാർത്ഥികൾ കൂടുതൽ സുരക്ഷിതത്വ ബോധവും ഐക്യബോധവും സൃഷ്ടിക്കാനും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇടപെടലും കൊണ്ട് സാധിച്ചിരുന്നു. എല്ലാറ്റിനും ക്രിയാത്മക നേതൃത്വം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ ആവേശമുണർത്തിക്കൊണ്ട് ആശയങ്ങളിലും ചിന്തകളിലും കലാപാഗ്നി കാത്തുസൂക്ഷിച്ചിരുന്ന ഒത്തുതീർപ്പ് മനോഭാവം ഒട്ടുമില്ലാത്ത വിദ്യാർത്ഥി നേതാക്കൾ സൂപ്പർ താര പരിവേഷത്തോട് ക്യാമ്പസുകൾ നിറഞ്ഞു നിന്നിരുന്നു. അപൂർവം ചിലപ്പോഴൊക്കെ അവരുടെ വക അക്രമരാഷ്ട്രീയം അരങ്ങേറുന്നത് എല്ലാവരെയും ഒരുപോലെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിലാക്കിയിരുന്ന വിവരസാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടില്ലായിരുന്നതിനാൽ വായന മരിച്ചിട്ടില്ലാത്ത നാളുകളായിരുന്നു. ലൈബ്രറിയിൽ എപ്പോഴും നല്ല തിരക്കായിരുന്നു. ചില ഏകാന്ത കോണുകളിൽ കോളേജുകളിലെ പഠിപ്പിസ്റ്റുകളും ബുദ്ധിജീവികളും ഒറ്റതിരിഞ്ഞ് വായനയും ചിന്തയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രസമുള്ള കാഴ്ച. പക്ഷെ ഞങ്ങൾക്കത്ര ദഹിച്ചിരുന്നില്ല. മൊബൈലും ഇൻ്റർനെറ്റും SMS-ഉം ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റിങ്ങും ഒന്നുമില്ലായിരുന്നാൽ പ്രണയം വാക്കുകൾ പെയ്തിറങ്ങുന്ന പ്രണയലേഖനങ്ങളുടെ ആ പ്രണയകാലത്ത് പ്രണയങ്ങളിൽ നിന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ടായിരുന്നില്ല. കഥയും കവിതയും കിനാക്കളും പരിശുദ്ധ പ്രണയങ്ങളും വറ്റിപ്പോയിട്ടില്ലാത്ത മഞ്ഞും മഴയും പൂക്കളും വെളുത്ത പ്രഭാതങ്ങളും തരളിതമാക്കിയിരുന്ന കാൽപ്പനിക ഭാവമുള്ള ക്യാമ്പസിൽ കച്ചവടവൽക്കരിക്കപ്പെടാത്ത ശുദ്ധ സംഗീതം, സാഹിത്യവും നൃത്തവും നാടകവും എല്ലാ കലകളും അരങ്ങ് തകർത്തിരുന്നു. എൻട്രൻസ് ജ്വരവും സിനിമാറ്റിക് ഡാൻസും ബ്യൂട്ടി ഷോയും ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടികളും ഒന്നും ക്യാമ്പസുകളെ ബാധിച്ചിരുന്നില്ല. വാഹനപ്പെരുപ്പം ഇല്ലാതിരുന്ന നിരുപദ്രവകാരികളായ സൈക്കിൾ ഒഴികെ മറ്റ് വാഹനങ്ങൾ ക്യാമ്പസിൽ ഭീഷണിയായിരുന്നില്ല. എങ്ങും ഗ്രൂപ്പ് ഭേദമില്ലാതെ നല്ല ആൺപെൺ സൗഹൃദങ്ങൾ, പൂഴിമണലിലെ പൂമരച്ചോടുകളിൽ പൂത്തുലയുന്ന ദിവ്യപ്രണയങ്ങൾ, ഒഴിഞ്ഞു വീഴുന്ന പ്രണയ നൈരാശ്യങ്ങൾ, ഇടനാഴികളിൽ ആർത്തലച്ചു വരുന്ന ഇൻകിലാബുകളിലും വിദ്യാർത്ഥി ഐക്യ സിന്ദാബാദുകളിലും നുരഞ്ഞു പൊങ്ങുന്ന യുവരോഷത്തിൻ്റെ രാഷ്ട്രീയം, ഗ്രൗണ്ടിൽ കഠിനമായ കായിക പരിശീലനങ്ങൾ, ഓഡിറ്റോറിയത്തിൽ കലകളുടെ കേളീരവങ്ങൾ, താളമേളങ്ങൾ, ക്യാൻറ്റീനിൽ ചൂട് പൊറോട്ടയും കൊതിയൂറും ഇറച്ചിക്കറിയും ചൂടൻ ചർച്ചകളും, ക്ലാസ് മുറികളിൽ പഠനഭാരങ്ങൾ, ഉച്ചഭക്ഷണശേഷം ക്ലാസ്സിൽ കടൽക്കാറ്റേറ്റ് കണ്ണുകളിൽ മയക്കം, പരീക്ഷ ഹാളിലെ നിറഞ്ഞ നിശബ്ദതയിൽ ഇത്തരം അറിയാത്തവരുടെ ഹൃദയമിടിപ്പിൻ്റെ രൗദ്രതാളം, അവധിക്കാലങ്ങളിൽ അടക്കാനാവാത്ത വിരഹദുഃഖങ്ങൾ, ക്ലാസ്സില്ലാ നേരങ്ങളിൽ കരകളിൽ കൈതക്കാടുള്ള പാർവതി പുത്തനാറിൻ്റെ ആഴങ്ങളും തുഴയെറിഞ്ഞ് തൊണ്ട് കയറ്റിപ്പോകുന്ന ചെറുവഞ്ചികൾ, വഞ്ചിക്കാരനോട് കെഞ്ചി ആരുമറിയാതെ ഒരു സവാരി, സമാധി ക്ഷേത്രത്തിലെ അഖണ്ഡനാമയജ്ഞങ്ങൾ, ഓം ഹ്രീം നമഃശിവായ മന്ത്രങ്ങളുമായി ജടാധാരികളായ സ്വാമിയോടൊപ്പം തമ്പുരുവുമായി പ്രദക്ഷിണം, അക്കരെ അലയടിച്ചിരുന്ന സാഗരഗർജനത്തിൽ അലിഞ്ഞ് കടൽക്കരയിലും കടൽത്തിരയിലും ആർത്ത് തിമിർത്ത് ഉല്ലസിച്ച് വലവലിക്കുന്ന മീൻകാരുടെ കൂട്ടത്തിൽ അയലസ വിളികളുമായി ഞാനും എന്തിനും ഏതിനും കൂടെയുള്ള കൂട്ടുകാരും. നിന്നെപ്പോലെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കുക, നിൻ്റെ ശത്രുവിനെപ്പോലും സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രബോധനം പലവട്ടം ശ്രവിച്ചതിവിടെ. ദൈവം സ്നേഹമാണ്,
ആ സ്നേഹമാണ് യേശുക്രിസ്തു എന്നും യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ലെന്നും ജാതിക്കും മതത്തിനും അതീതമായി സർവ്വമനുഷ്യരുടെയും രക്ഷയ്ക്കായാണ് ക്രിസ്തു കുരിശിൽ യാഗമായി തീർന്നതും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതും എന്നുള്ള സത്യം അറിഞ്ഞതും ലോകത്തിൻ്റെ അത്ഭുത പ്രകാശമായ യേശുക്രിസ്തു എന്ന സ്നേഹത്തിൻ്റെ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് മതവിശ്വാസിയല്ലാതെ ജീവിക്കാൻ എനിക്ക് പ്രേരണയായതും ഇവിടം തന്നെ. ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരി പഠിച്ചിരുന്നത് ഈ കോളേജിൽ. ഒരു രാജകുമാരിയെപ്പോലെ തോഴികളുമായി അവിടെ അവൾ ഇടയ്ക്ക് മിന്നിമറയുന്ന ആരാധനയോടെ നോക്കി നിന്നത് ആൺകൂട്ടങ്ങൾ മാത്രമല്ല, പെൺകൂട്ടങ്ങൾ. കൂട്ടത്തിൽ ഒരാളായി ഞാനും. കൊടും വെയിലിൻ്റെ കടും വെളിച്ചമുള്ള പകലുകളിൽ, മാനം നിറയെ മേഘം നിറഞ്ഞ ശോകമുഖമായ ഇരുണ്ട പകലുകളിൽ, ചാറ്റൽ മഴയുടെ സംഗീതമുള്ള ചില നരച്ച പകലുകളിൽ, ഇടിമുഴക്കവും പെരുമഴയുമുള്ള നനവുള്ള തണുത്ത പകലുകളിൽ, അങ്ങനെ എത്രയെത്ര പകലുകളിൽ ഋതുഭേദങ്ങൾ പോലെ മാറിമറിഞ്ഞ ഈ കലാലയത്തിൻ്റെ എത്രയെത്ര ഭാവങ്ങൾ ഞാൻ കണ്ടു. ആ അനർഘ നിമിഷങ്ങൾ ഒത്തിരി ഓർമ്മയിലൊരു കടലായി ഇരമ്പുന്നു. എഴുതാൻ ഇനിയും ഒരുപാട് ബാക്കി. അറിവിൻ്റെ ആകാശം തുറന്നു തന്ന ആദരണീയരായ അഭിവന്ദ്യരായ അധ്യാപകർ, ജീവൻ്റെ ജീവനായ എൻ്റെ കൂട്ടുകാർ, എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ടവർ, എല്ലാവരെയും നിറഞ്ഞ നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എപ്പോഴും ഹൃദയത്തോട് ഞാൻ ചേർത്ത് വച്ചിരിക്കുന്ന എൻ്റെ ഈ കലാലയത്തെ അത്രമേൽ ഞാൻ പ്രണയിക്കുന്നു.